ഹായ് ഗായ്സ്, ഇന്ന് ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ഐറ്റമാണ്. അതിനായിട്ട് 4 ഐറ്റംസ് നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യണം. ആദ്യം ഞാൻ ഫ്രഞ്ച് ഫ്രൈസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നല്ല വലിയൊരു പൊട്ടറ്റോ തന്നെ നോക്കിയെടുക്കുക. എന്നിട്ടത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു ബൗളിൽ അല്പം ഉപ്പ് ചേർത്ത വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുക. അതിലൊരു 10 മിനിറ്റ്സ് ആ പൊട്ടറ്റോ അതിൽ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഈ പൊട്ടറ്റോസ് എല്ലാം എടുത്ത് ഒരു ഡ്രൈയിലേക്ക് നിരത്തി അതിലെ വെള്ളമെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാനിൽ അല്പം ഓയിൽ ചൂടാക്കി ഈ പൊട്ടറ്റോസ് എല്ലാം ഞാനൊന്ന് ബ്ലാൻച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് സമയമാണ് ഞാൻ ബ്ലാൻച്ച് ചെയ്തത്. അതിനുശേഷം അത് കോരി മാറ്റി വയ്ക്കാം. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. ആ കോൺഫ്ലവറുമായിട്ട് ഈ പൊട്ടറ്റോസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അതേ ഓയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. പൊട്ടറ്റോസ് ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കരുത്. 1 മിനിറ്റ് സമയം കഴിഞ്ഞ് ഇളക്കി കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത കോൺഫ്ലവർ എല്ലാം എണ്ണയിലായി പോവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റി വെക്കുകയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ചിക്കൻ ഫ്രൈ ചെയ്യലാണ്. ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ വീതം ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ആ മുട്ടയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 250 ഗ്രാംസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ബോൺലെസ് ചിക്കനാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കന് നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും ഓയിലിലേക്ക് ചിക്കൻ ഇട്ടു. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും ഒരേപോലെ ഫ്രൈ ആക്കിയെടുക്കുക. ഇനി ഇത് ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതും കോരി മാറ്റി വയ്ക്കുകയാണ്. തേർഡ് സ്റ്റെപ്പ് എഗ് മയനൈസാണ്. അതിനായിട്ട് 2 ബോയിൽഡ് എഗ്ഗ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 വെളുത്തുള്ളി, ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ മയനൈസ് റെഡിയാണ്. എഗ് മയനൈസ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വെജ് മയനൈസിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്. ലിങ്ക് കൊടുത്തേക്കാം. ഫോർത്ത് സ്റ്റെപ്പ് നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കലാണ്. അതിന് പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ അല്പമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് കട്ടയായി പോവും. ശീലമില്ലാത്തവർക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും ഓൺ ചെയ്താലും മതി. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ടയെല്ലാം ഉടച്ചു കൊടുത്ത് ഇപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സോസിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയാണ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തത്. ഇനി ഗ്രേറ്റഡ് ചീസ്, മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തത്. ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ചൂടാക്കുക. ഇപ്പോൾ ചീസും മെൽറ്റായിട്ടുണ്ട്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യലാണ്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. ഫസ്റ്റ് ലെയർ ചിക്കൻ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ലെയർ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിന് മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മയനൈസ്, അതിന് മുകളിലായിട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതേപോലെ ഒരു ലെയറും കൂടെ എല്ലാം സെറ്റ് ചെയ്യണം. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല.
സോസും മയണൈസും എല്ലാം ചേർക്കുന്നത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മയണൈസും സോസും ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ക്യാപ്സിക്കം ആണ് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യുന്നെങ്കിൽ ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ടോപ്പ് ലെയർ നമ്മൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഒന്ന് മെൽറ്റായി വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രീ ഹീറ്റഡ് അവനിൽ 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്കത് സ്റ്റീമറിൽ ഒരു 5 to 10 മിനിറ്റ്സ് വയ്ക്കാം. അപ്പോൾ ചീസ് മെൽറ്റായി കിട്ടും. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.